ഇന്ത്യയിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ. ഈ വിഷയം സംസാരിക്കുന്നതിന് മുമ്പ്, മനസ്സിലാക്കുന്നതിന് മുമ്പ് ആമുഖമായി നാം മനസ്സിലാക്കേണ്ടത് 5 പ്രവാചകന്മാർ മാത്രമാണ് അറബികളായ പ്രവാചകന്മാരായിട്ടുള്ളൂ. എല്ലാ പ്രവാചകന്മാരും അറബികളാണ് എന്നുള്ള ചിന്താഗതി അത് തീർച്ചയായും തെറ്റായ ചിന്താഗതിയാണ്. അറബികളായ 5 പ്രവാചകന്മാർ ആരാണ്? 1 ഇസ്മായിൽ നബി അലൈഹിസ്സലാം, 2 ഹൂദ് നബി അലൈഹിസ്സലാം, 3 ഷുഐബ് നബി അലൈഹിസ്സലാം, 4 സ്വാലിഹ് നബി അലൈഹിസ്സലാം, 5 മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇങ്ങനെ 5 പ്രവാചകന്മാർ മാത്രമാണ് അറബികളായിട്ടുള്ള പ്രവാചകന്മാർ. ബാക്കി 1,00,000-ൽ പരം പ്രവാചകന്മാർ അല്ലാഹു തആല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണ്. വിശുദ്ധ ഖുർആനിൽ 25ഓളം പ്രവാചകന്മാരെയാണ് വ്യക്തമായി പരാമർശിക്കപ്പെടുന്നത്. ചിലരുടെ ചരിത്രം മാത്രമാണ് ഖുർആനിലുള്ളത്. ഖുർആനിൽ കൂടി അല്ലാഹു തആല ഈ വിഷയം സമർത്ഥിക്കുന്നുണ്ട്. മിൻഹും മൻ ഖസസ്നാ അലൈക വമിൻഹും മൻ ലം നഖ്സുസ് അലൈക. നബിയേ, അല്ലാഹുവിന്റെ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കളുടെ മേൽ ചില പ്രവാചകന്മാരുടെ ചരിത്രമാണ് നാം പറഞ്ഞത്. ചില പ്രവാചകന്മാരുടെ ചരിത്രം നാം വിശദീകരിച്ചിട്ടില്ല. സൂറത്തുൽ ഇബ്രാഹിമിലെ 4-ാമത്തെ വചനത്തിൽ കൂടി കാണാം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും. യാതൊരു ദൈവദൂതനെയും പ്രവാചകനെയും തന്റെ ജനതക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ ഭാഷയിൽ സന്ദേശം നൽകിക്കൊണ്ട് അല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല. ഈ ആയത്തിൽ കൂടി ഓരോ നാടുകളിലേക്ക്, ഓരോ രാജ്യങ്ങളിലേക്ക് പ്രവാചകന്മാരെ അവരുടെ ഭാഷയിൽ നിയോഗിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇതുപോലെ ഇന്ത്യ മഹാരാജ്യത്തേക്കും അനവധി പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട് എന്ന് ചരിത്ര രേഖകളിൽ കൂടി ഗ്രഹിക്കാൻ കഴിയും. വളരെ പ്രധാനമായും ഇന്ത്യയുമായി ബന്ധം പുലർത്തിയ 3 പ്രവാചകന്മാർ. 1 മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, മനുഷ്യകുലത്തിന്റെ ആദ്യ പിതാവ് ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിലക്കപ്പെട്ട കനി തിന്നതിന്റെ പേരിൽ സ്വർഗലോകത്ത് നിന്ന് അല്ലാഹു തആല പുറത്താക്കി. സ്വർഗലോകത്ത് നിന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നിറങ്ങിയത് ഇന്ത്യയിലായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ശ്രീലങ്കയിലെ സരന്ദീപ് എന്ന പ്രദേശത്താണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നിറങ്ങിയത്. പല ചരിത്രകാരന്മാരും ഈ വിഷയം സമർത്ഥിക്കുന്നുണ്ട്. ഇമാം തുബരി റഹിമഹുല്ല അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, അഹ്ബത ആദമു ബിൽ ഹിന്ദ്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇന്ത്യയിലാണ് വന്നിറങ്ങിയത്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ല ഫത്വൽ മുഈനിൽ സമർത്ഥിക്കുന്നു, ഇന്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഹജ്ജ 40 ഹജ്ജതൻ മിനൽ ഹിന്ദ് മാഷിയ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കാൽനടയായി ഇന്ത്യയിൽ നിന്ന് 40 ഹജ്ജുകൾ നിർവഹിച്ചിട്ടുണ്ട്. മനുഷ്യ ഉൽപ്പത്തി മുതൽ ഇസ്ലാമിന്റെ സാന്നിധ്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണിത്. ഇന്ത്യയുമായി ബന്ധം പുലർത്തിയ 2-ാമത്തെ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ലോകം അടക്കി ഭരിച്ച പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. ആഗോള ഛത്രപതി സോളമൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം BC 10-ാം നൂറ്റാണ്ടിൽ ഫലസ്തീൻ കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്നു. അക്കാലത്ത് തന്നെ ഫലസ്തീൻ കേരളവുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കുകയും ഇവിടെ നിന്ന് ആനക്കൊമ്പ്, മയിൽ, ചന്ദനം തുടങ്ങിയവ വാങ്ങിക്കൊണ്ടുപോകുമായിരുന്നു, കയറ്റുമതി ചെയ്യപ്പെടുമായിരുന്നു. ഇന്ത്യയുമായി ബന്ധം പുലർത്തിയ 3-ാമത്തെ പ്രവാചകൻ ഷെയ്ഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. 950 വർഷക്കാലത്തോളം പ്രബോധന വീതിയിൽ അടിപതറാതെ അടിയുറച്ചു നിന്ന് പ്രബോധനം ചെയ്ത മഹാനായ പ്രവാചകനാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. വിരലിൽ എണ്ണാവുന്ന അങ്കുലി പരിമിതമായ ജനങ്ങൾ മാത്രമാണ് അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിച്ചത്. ബാക്കിയുള്ളവരെല്ലാം ദൈവനിഷേധികളായി അധപ്പതിച്ചു, റബ്ബിന്റെ ശിക്ഷയെ വെല്ലുവിളിച്ചു. ഒടുവിൽ റബ്ബിന്റെ ശിക്ഷ അവരെ തേടിയെത്തി. തൂഫാൻ, ജലപ്രളയം അവരിൽ ഉണ്ടാക്കി അള്ളാഹു അവരെ പിടികൂടി. ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ശക്തമായ ജലം പുറപ്പെട്ടു. എത്രത്തോളം അടുപ്പുകൾ വരെ പൊട്ടിയെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 27-ാമത്തെ വചനത്തിൽ കൂടി അല്ലാഹു തആല പറയുകയാണ്, ഫഇദാ ജാഅ അംറുനാ വഫാറത്ത അന്നൂർ. അങ്ങനെ നമ്മുടെ കൽപ്പന വരികയും അടുപ്പിൽ നിന്ന് ഉറവ് പൊട്ടുകയും ചെയ്താൽ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു. അദ്ദേഹം ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നു, വഫാറത്ത് അന്നൂർ ഐ ബി അർളിൽ ഹിന്ദ്. ഇന്ത്യയിലാണ് ഈ ഒരു സംഭവം നടന്നത്.
ഇന്ത്യ രാജ്യത്താണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായ ജലപ്രളയം സംഭവിച്ചത് എന്ന് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായമായി ഇക്രിമ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായ ജലപ്രളയം അത് ഏത് രാജ്യത്താണ് സംഭവിച്ചത് എന്ന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പല അഭിപ്രായങ്ങളും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു അഭിപ്രായം ഇപ്രകാരമാണ്: വഫാറത്തന്നൂറു ബിൽ ഹിന്ദ്, ഇന്ത്യയിലാണ് ആ സംഭവം നടന്നത്. ഫൽ ഹിന്ദു അലാ ഹാദിഹി റിവായ മൗതിനു നബിയില്ലാഹി നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ രാജ്യം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവർത്തന കേന്ദ്രമായിരുന്നു എന്ന് മനസ്സിലാക്കാം. ചുരുക്കത്തിൽ ചരിത്ര പഠനങ്ങളിലൂടെ മനസ്സിലാക്കാം, പ്രധാനമായും 3 പ്രവാചകന്മാർ ഇന്ത്യയുമായി ബന്ധം പുലർത്തിയവരായിരുന്നു. ആ 3 പ്രവാചകന്മാരിൽ 2 പേരും ഇന്ത്യയിൽ വസിച്ചവരായിരുന്നു. അതെ, ഇന്ത്യ മഹാരാജ്യത്ത് ഇസ്ലാമിന്റെ സാന്നിധ്യം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, മനുഷ്യ ഉൽപ്പത്തി മുതൽ ആരംഭിച്ചതാണ്. ഇന്ത്യ മുസ്ലിമീങ്ങളുടെ മാതൃരാജ്യവും പിതൃരാജ്യവുമാണ്. ഇന്ത്യയുടെ സംരക്ഷണത്തിനും നന്മക്കും മുസ്ലിം നേതാക്കന്മാർ, മുസ്ലിം രാജാക്കന്മാർ ചെയ്ത സേവനങ്ങളും ത്യാഗങ്ങളും വിവരണാതീതമാണ്. അല്ലാഹു തആല ഇന്ത്യയുടെ നന്മക്കായി പോരാടാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തെ എല്ലാ രൂപത്തിലും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സ്നേഹവും സൗഹാർദ്ദവും അല്ലാഹു നിലനിർത്തി വർഗീയ വിഷങ്ങളെ പരാജയപ്പെടുത്തുമാറാകട്ടെ, തുടച്ചു നീക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.